ഹായ് ഗായ്സ്, ലഗൻ ഫുട്ബോളിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ നെറ്റ്ഫ്ലിക്സിന്റെ പുതിയ ഡോക്യുമെന്ററി വന്നിട്ടുണ്ട്. വേറെ ആരെ പറ്റിയിട്ടല്ല, ഡേവിഡ് റോബർട്ട് ജോസഫ് ബെക്കാം അഥവാ ഡേവിഡ് ബെക്കാം എന്ന് പറയുന്ന ഇംഗ്ലണ്ട് ഇതിഹാസത്തിന്റെ ഡോക്യുമെന്ററിയാണ്. ആൻഡ് ഡയറക്ട് ചെയ്തേക്കുന്നത് ഒരു അവാർഡ് വിന്നിംഗ് ഡയറക്ടർ ആയിട്ടുള്ള ഫിഷർ സ്റ്റീവൻസ് ആണ്. ആൻഡ് അടിപൊളിയായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. സോ ഡേവിഡ് ബെക്കാമിനെ പറ്റി നമ്മൾ സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മനസ്സിലേക്ക് എപ്പോഴും ഓടി വരുന്ന ഡേവിഡ് ബെക്കാം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുള്ളിയുടെ ഫ്രീ കിക്ക് ഗോളുകൾ അഥവാ ലോങ് റേഞ്ച് ഗോളുകൾ, പിന്നെ പുള്ളിയുടെ ആ റൈറ്റ് ഫുട്ടഡ് ക്രോസുകൾ ഉണ്ട്, അത് ലൈക്ക് ഇഞ്ച് പെർഫെക്റ്റ് ആയിട്ടുള്ള ആ ക്രോസുകളില്ലേ, അതൊക്കെയാണ് എപ്പോഴും മനസ്സിലേക്ക് ഓടിയാണ്. എൻ്റെ മനസ്സിലേക്ക് ഓടിയാണ്. അത് മിക്കവർക്കും ചിലപ്പോൾ അതൊക്കെ തന്നെ ആയിരിക്കാം. ആൻഡ് നമ്മളിൽ ഭൂരിഭാഗം ആൾക്കാരും കണ്ടിട്ടുള്ളത് ഡേവിഡ് ബെക്കാമിന്റെ നല്ല നിമിഷങ്ങളും പുള്ളിയുടെ ആ ഒരു സ്വാഗും ഇൻ ടേംസ് ഓഫ് എന്താ പറയാ സ്റ്റൈലും, പിന്നെ ഡിഫറെന്റ് ഹെയർ സ്റ്റൈൽസ്, ആ ഒരു ഗ്ലാമർ ഫിഗർ എന്താണ് പുള്ളിയുടെ ആ ഫാഷൻ സെൻസ്, അതൊക്കെയായിരിക്കും നമ്മൾ കൂടുതൽ കണ്ടിട്ടുണ്ടാവും. പക്ഷെ പുള്ളി കടന്നുപോയ കുറെ മോശം ദിവസങ്ങളുണ്ട് പുള്ളിക്ക്, അതായത് ഒരു പീരീഡ് ഓഫ് ടൈം. അത് കുറെ അധികം പുള്ളിയുടെ കരിയറിൽ ത്രൂ ഔട്ട് പുള്ളി അനുഭവിച്ചിട്ടുണ്ട്. എനിക്ക് അതിനെപ്പറ്റി ഒന്നും കൂടുതൽ അറിയില്ലായിരുന്നു. ഞാൻ ഈ ഡോക്യുമെന്ററി കണ്ടതിന് ശേഷമാണ് എനിക്ക് അതിനെപ്പറ്റി അറിയാൻ പറ്റിയത്. ആൻഡ് ദാറ്റ്സ് എന്താ പറയാ, അത്രയും മോശം സമയമാണ് പുള്ളിക്ക് ഇൻ ടേംസ് ഓഫ് ഫാൻസ് ഉണ്ടായിട്ടുള്ള അബ്യൂസ്, ഹേറ്റേഡ്, എസ്പെഷ്യലി പുള്ളിയുടെ എന്താണ് രാജ്യത്തുള്ള ഫാൻസ്, ലൈക്ക് സ്വന്തം രാജ്യത്തിന്റെ ഫാൻസ്, ഇംഗ്ലീഷ് ഫാൻസ്, ആ ഒരു രീതിക്കൊക്കെ വളരെ മോശം ടൈമിലൂടെ പുള്ളി കടന്നുപോയിട്ടുണ്ട്. അതൊക്കെ ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. 4 എപ്പിസോഡുകളാണ് ഇത് ആക്ച്വലി ഇതിൻ്റെ അകത്തുള്ളത്. 4 എപ്പിസോഡും ഓരോ എപ്പിസോഡും മിനിമം 1 മണിക്കൂറും 11 മിനിറ്റും ദൈർഘ്യമുള്ളതാണ്. ആൻഡ് എനിക്ക് ഈ 4 എപ്പിസോഡും ഞാൻ 2 ദിവസം എടുത്തിട്ടൊക്കെയാണ് കണ്ടു തീർത്തത്. പക്ഷേ ഈ 4 എപ്പിസോഡ് ഞാൻ കണ്ടതിൽ എനിക്ക് ആകെ ഒരു ഇച്ചിരി ലൈക്ക് ഒരു ലാഗ് പോലെ എനിക്ക് ഫീൽ ചെയ്തത്, അതായത് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് എൻ്റെ ആ ഒരു ഫീലിംഗ് തോന്നാനത് ഒരു ചെറിയ പോർഷൻ, ഒരു 3 മിനിറ്റിന്റെ ഒരു പോർഷൻ ഉണ്ട്. അത് ഇടക്ക് മാത്രമായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അത് വിക്ടോറിയ ബെക്കാം സംസാരിക്കുന്ന ഒരു ഏരിയയിൽ എനിക്ക് അത് അത്ര കണ്ട് ചെയ്യാൻ പറ്റിയില്ല. ലൈക്ക് എന്നുവെച്ചാൽ ആ ഒരു ടെമ്പോ ഹൈ ആയിട്ട് എനിക്ക് തോന്നിയില്ല. പക്ഷെ ബാക്കിയുള്ള എല്ലാ സിനാരിയോസും വെറുതെ ഹൈ, നമ്മളെ ആക്ച്വലി ആ എന്താണ് പറയാ നല്ല രീതിക്ക് എന്റർടൈൻ ചെയ്തുകൊണ്ട് തന്നെ നമ്മളിങ്ങനെ അതിൽ തന്നെ വീഴ്ചയിരുന്ന് കണ്ടുകൊണ്ടിരിക്കും. ആൻഡ് അതിൻ്റെ അകത്ത് ഡയറക്ടർക്കും എസ്പെഷ്യലി ബാക്ക്ഗ്രൗണ്ട് സ്കോർ കൊടുത്തേക്കണത് ഒരു രക്ഷയില്ല. കാരണം ഈ ഡോക്യുമെന്ററി എന്ന് പറയുമ്പോൾ നമ്മൾ സംസാരിക്കുന്ന സമയത്ത് ഈ ബാക്ക്ഗ്രൗണ്ട് സ്കോറിന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. കാരണം ലൈക്ക് ലൈഫ് എക്സ്പീരിയൻസ് ആണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് എപ്പോഴും ഒരു ത്രൂ ഔട്ട് എന്റർടൈൻ ചെയ്യിപ്പിക്കാൻ പറ്റില്ല. പക്ഷേ ഈ ബാക്ക്ഗ്രൗണ്ട് സ്കോർ നമ്മൾ അതിൻ്റെ അകത്ത് തന്നെ പിടിച്ചു നിർത്തുന്നുണ്ട്. കാരണം ആ ഒരു ഓരോ നിമിഷങ്ങൾ അതിനനുസരിച്ചിട്ട് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്ത് സെറ്റാക്കി കറക്റ്റ് ടൈമിൽ കൊണ്ടുവന്ന് നിർത്തി അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. കാരണം ഞാൻ പറയേ ലൈക്ക് ഒരു ബയോഗ്രഫി പോലെ പറയണം. പുള്ളി എസ്പെഷ്യലി തുടക്കം പറയണത് യുണൈറ്റഡ് കാലഘട്ടം, എങ്ങനെയാണ് അലക്സ് ഫെർഗൂസന്റെ കോള് വന്നതും, അതേപോലെ തന്നെ പുള്ളിയുടെ ഫാമിലിനെ പറ്റി, ഫാമിലി ബാക്ക്ഗ്രൗണ്ട്, പുള്ളിയുടെ ചെറുപ്പ കാലഘട്ടം. പക്ഷെ എനിക്ക് ഏറ്റവും അത്ഭുതം എന്താ പറയുക, ഇവർക്കൊക്കെ ആ ഒരു ടൈമിലുള്ള വീഡിയോസ് ഒക്കെ അവൈലബിൾ ആയിട്ട് കിട്ടണ്ടല്ലോ. അതാണ് ഏറ്റവും വലിയ കാര്യം. കാരണം അങ്ങനത്തെ വീഡിയോസ് ഇല്ലാണ്ട് ഇങ്ങനെ ഇത്രയും മനോഹരമായിട്ട് ഡോക്യുമെന്ററി ചെയ്യാൻ പറ്റില്ല. ആൻഡ് അടിപൊളിയായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. തുടക്കം ചെറുപ്പം മുതലുള്ളത് തൊട്ടിട്ട് പുള്ളി യുണൈറ്റഡിൽ ജോയിൻ ചെയ്തിട്ട് ആ ചെറുപ്പ കാലഘട്ടം യുണൈറ്റഡിൽ എങ്ങനെ സ്പെൻഡ് ചെയ്ത്, അലക്സ് ഫെർഗൂസൺ സംസാരിക്കുന്നുണ്ട്. കുറെ സെലിബ്രിറ്റീസ് ഒന്ന് സംസാരിക്കും. സെലിബ്രിറ്റീസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഫുട്ബോൾ സെലിബ്രിറ്റീസ് കേട്ടോ, അവരൊന്ന് സംസാരിക്കുന്നുണ്ട്. അലക്സ് ഫെർഗൂസൺ സംസാരിക്കുന്നുണ്ട്. പിന്നെ യുണൈറ്റഡിലെ ടീമേറ്റ്സ് ആയിട്ടുള്ള ഗാരി നെവില്, ഫെർഡിനൻഡ്, റോയ് കീൻ, കന്റാന, അതേപോലെ തന്നെ പുള്ളി റയൽ മാഡ്രിഡിൽ കളിച്ച സമയത്ത് ഒപ്പം കളിച്ചിരുന്ന റയൽ മാഡ്രിഡ് പ്ലേയേഴ്സ് എല്ലാവരും വന്ന് സംസാരിക്കുന്നുണ്ട്. ആൻഡ് എന്റർടൈൻഡ് ആക്കിയിട്ട് ആ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്റ്റോറി, എന്താണ് സംഭവിച്ചത്, എങ്ങനെയാണ് പുള്ളി യുണൈറ്റഡിൽ നിന്ന് പോകാൻ ഉണ്ടായ സാഹചര്യം, ആൻഡ് എല്ലാം നമുക്ക് കുറെ അറിയാത്ത കാര്യങ്ങളുണ്ട്. അറിയാവുന്നവരുണ്ടാവും, പക്ഷെ നമ്മൾ ഭൂരിപക്ഷം ആൾക്കാരും ഇതൊന്നും അറിഞ്ഞിട്ടുണ്ടാവില്ല. ബെക്കാം എന്ന് പറയുന്ന ഒരു പ്ലെയറിനേക്ക് നമ്മൾ ഓർമ്മയുണ്ടാവുക, പുള്ളി എന്തുകൊണ്ട് LA ഗാലക്സിയിലേക്ക് പോയി എന്നുള്ള അങ്ങനെ ഡീറ്റെയിൽ ആയിട്ടുണ്ട്. ഒരു ഭാഗം മാത്രം എനിക്ക് അത്ര എക്സ്പ്ലോർഡ് ആയിട്ട് തോന്നിയില്ല പുള്ളിക്ക് പറയാത്തതായിട്ട് പറ്റിയിട്ട്. മെയിനായിട്ട് ഒന്ന് AC മിലാനിൽ പോയി കളിച്ച്, ഇറ്റലിയിൽ പുള്ളി കളിച്ച സമയത്ത് ആ ഒരു സാഹചര്യത്തിനെ പറ്റിയിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒരു ഔട്ട്ലൈൻ പറഞ്ഞു മാത്രമേ പോകുന്നുള്ളൂ. അതിന് ഡീറ്റെയിൽ ആയിട്ട് അവിടുത്തെ കാര്യങ്ങളെ പറ്റി ഒന്നും അങ്ങനെ സംസാരിക്കണില്ല. അതുപോലെ തന്നെ പാരീസ് സെന്റ് ജർമ്മനിൽ പോയ സമയത്തെ പറ്റി അങ്ങനെ ഡീറ്റെയിൽ ആയിട്ടൊന്നും പുള്ളി സംസാരിക്കണില്ല. സോ അതൊക്കെയാണ്. ഏറ്റവും ലാസ്റ്റ് വന്ന് എൻഡ് ചെയ്യണത് എന്താണ്, മെസ്സിനെ സൈൻ ചെയ്ത് മെസ്സിയുടെ ആ ഫസ്റ്റ് ഫ്രീ കിക്ക് ഗോൾ, അവിടെ അതിൻ്റെ ശേഷം ജസ്റ്റ് ഒരു ഇതും കൂടെ പറഞ്ഞിട്ടാണ് നിർത്തുന്നത്. അടിപൊളിയായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഒന്നും പറയാനില്ല. ഞാൻ പറയണ മസ്റ്റ് വാച്ച് ആണ്, നിങ്ങൾ എന്തായാലും കാണുക. സോ നെറ്റ്ഫ്ലിക്സിൽ അവൈലബിൾ ആണ്, ബെക്കാം എന്നുള്ള പേരിൽ. ആൻഡ് അടിപൊളി, പുള്ളിയുടെ ഗ്ലാമറൊക്കെ കാണിക്കേണ്ട ഇതിനകത്ത്, ഓരോ കാലഘട്ടത്തിൽ പുള്ളിയുടെ ലുക്സ് ഒക്കെ. പുള്ളി ഒരു ഫുട്ബോൾ പ്ലെയർ അല്ലായിരുന്നെങ്കിൽ ഡെഫിനറ്റ്ലി മോഡലായനെ. കാരണം ആ പുള്ളിയുടെ പേരും ആ ഒരു ലുക്കും കൊണ്ട് മാത്രം
ഫുട്ബോളിനെയും ആ ക്ലബ്ബുകളും കുറേ അധികം കൊമേഴ്ഷ്യൽ വാല്യൂ ആഡ് ചെയ്തിട്ടുണ്ട്, കുറേ ലാഭം ഉണ്ടാക്കിയിട്ടുണ്ട്. അതിനെപ്പറ്റി ഇതിനകത്ത് പറയുന്നുണ്ട്. നമ്മൾ റയൽ മാഡ്രിഡ് എത്രയും പൈസ ഉണ്ടാക്കി പറ്റിയെന്നൊക്കെ അതിനെ രീതിക്കൊക്കെ സംസാരിക്കണമൊക്കെ ഉണ്ട്. ഫ്ലോറന്റീനോ പെരേസ് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം ഉണ്ട് ഇതിനകത്ത്, എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. നിങ്ങൾ എന്തായാലും കാണാം. കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. സോ താങ്ക് യു ഫോർ വാച്ചിങ്. സൈനിങ് ഓഫ് മുഹൈം.